എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ വാർപ്പിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് പശുമ്പാലല്ല, തേങ്ങാപ്പാലാണ്, രണ്ടാം പാലാണ്. ഇങ്ങനെ തേങ്ങാപ്പാൽ വാർപ്പിലേക്ക് ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കുന്നത് എന്തിനാണെന്നല്ലേ? നമുക്കൊരു പായസം വയ്ക്കാം, ഇടിച്ചുഴിഞ്ഞ പായസം. സാധാരണ അമ്പലങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് വയ്ക്കുന്ന ഒരു പായസമാണ് ഇടിച്ചുഴിഞ്ഞ പായസം എന്ന് പറയുന്നത്. ഈ പായസത്തിനെ നമ്മൾ ഉണക്കലരി പായസം എന്നും വിളിക്കാറുണ്ട്, അരി പായസം എന്നും വിളിക്കാറുണ്ട്. കല്യാണ സദ്യക്ക് അധികം വിളമ്പാറില്ലെങ്കിലും ഇന്നൊരു കല്യാണ സദ്യക്ക് നമ്മൾ വിളമ്പാൻ പോവുകയാണ് ഉണക്കലരി പായസം. നമ്മൾ ഈ വാർപ്പിലേക്ക് ചേർത്തിട്ടുള്ള രണ്ടാം പാൽ തിളച്ചു വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഉണക്കലരി ഇട്ട് ഈ ഉണക്കലരി ഈ ഒരു തേങ്ങാപ്പാലിൽ തന്നെ വേവിച്ചെടുക്കും. ഇങ്ങനെ ക്ഷേത്രങ്ങളിലൊക്കെ വിളമ്പുന്ന ഈ ഒരു ഇടിച്ചു പിഴിഞ്ഞു പായസത്തിന്റെ പ്രധാന ചേരുവകളെന്ന് പറയുന്നത് ഉണക്കലരിയും ശർക്കരയും തേങ്ങാപ്പാലും മാത്രമാണ്. അതുകൊണ്ട് തന്നെ കല്യാണ സദ്യകളിൽ ഇടിച്ചു പിഴിഞ്ഞു പായസം അധികം വിളമ്പാറില്ല. പക്ഷെ ഇന്ന് വിളമ്പുന്ന ഈ ഒരു കല്യാണ സദ്യക്ക് നമ്മൾ ഉച്ചയ്ക്ക് സദ്യയോടൊപ്പം തന്നെ പുറത്തൊരു കൗണ്ടറിൽ കുറേ അധികം പായസങ്ങൾ, വെറൈറ്റി പായസങ്ങൾ സാമ്പിളായിട്ട് വിളമ്പുന്നുണ്ട്. അതിലൊരു പായസമാണ് നിങ്ങൾ ഈ കാണുന്ന ഇടിച്ചു പിഴിഞ്ഞു പായസം. പാൽപ്പായസം പാകം ചെയ്യുമ്പോൾ വെന്ത പാലിനകത്തേക്ക് ഉണക്കലരി വേവിച്ചെടുക്കുന്ന പോലെ തന്നെ ഈ ഒരു തേങ്ങാപ്പാലിൽ നമ്മൾ ഈ ഒരു ഉണക്കലരിയും വേവിച്ചെടുക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഉണക്കലരി വേവിക്കാനായിട്ട് 25 ലിറ്റർ രണ്ടാം പാലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ചേർത്തിരിക്കുന്നത് 2.5 കിലോ ഉണക്കലരിയാണ്. സാധാരണ വയ്ക്കുന്ന പായസങ്ങൾക്ക് രുചി കിട്ടാനായിട്ട് നെയ്യ് ചേർക്കുന്ന പോലെ തന്നെ ഉണക്കലരി ഈ ഒരു തേങ്ങാപ്പാലിൽ വേവിക്കുന്ന സമയത്തും നമ്മൾ കുറച്ച് നെയ്യ് ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. ഒരു 150-200 ഗ്രാം നെയ്യാണ് നമ്മൾ ഈ ഒരു പായസത്തിനകത്തേക്ക് ചേർക്കുന്നത്. നമ്മൾ പാലിൽ ചേർത്തിട്ടുള്ള ഉണക്കലരി വെന്ത് വരുന്ന സമയത്ത് പാല് നന്നായിട്ട് കുറുകി വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി പാല് നന്നായിട്ട് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് വീണ്ടും പാല് ചേർത്തിട്ട് തന്നെ ഒരു ഉണക്കലരി വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അരിയുടെ വേവ് പാകമായി കഴിയുമ്പോൾ, അതായത് നമ്മൾ കയ്യിലെടുത്ത് പിടിക്കാൻ പറയാൻ പറ്റും, ആ വേവ് പാകമായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ശർക്കര ചേർക്കാം. ഇങ്ങനെ സോസ് പാനിൽ നമ്മൾ ശർക്കര ഈ ഒരു മിക്സിനകത്തേക്ക് ചേർക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം വരാം എത്ര ശർക്കരയാണ് ചേർത്തേക്കുന്നത്. നമ്മൾ ഏതാണ്ട് 7-7.5 കിലോ ശർക്കരയാണ്, ഉരുക്കിയ ശർക്കരയാണ് ഈ ഒരു പായസത്തിൻ്റെ മിക്സിനകത്തേക്ക് ചേർത്തിരിക്കുന്നത്. അങ്ങനെ ശർക്കര ചേർത്തിട്ടുള്ള ഈ ഒരു പായസത്തിൽ ജലാംശം മുഴുവൻ വറ്റി വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ വീണ്ടും ചേർക്കാം. ആദ്യം നമ്മൾ ചേർക്കുന്നത് രണ്ടാം പാലാണ്. രണ്ടാം പാൽ ചേർത്ത ഉടനെ നമുക്ക് അടുപ്പ് ഒന്നും കൂടെ തീ കൂട്ടിയിട്ട് നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് ഇതിലെ ജലാംശം മുഴുവൻ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇവിടെ തേങ്ങാപ്പാലിൽ തന്നെ ഈ ഒരു അരി വേവിച്ചെടുത്തുകൊണ്ട് തന്നെ അതിലേക്ക് നമ്മൾ ഒത്തിരി തേങ്ങാപ്പാൽ വീണ്ടും ചേർക്കേണ്ട കാര്യമില്ല. രണ്ടാം പാൽ ഒരു 15 ലിറ്റർ നമ്മൾ ചേർക്കുന്നുണ്ട്, നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ചേർത്തുള്ള തേങ്ങാപ്പാലിലെ ജലാംശം മുഴുവൻ വറ്റി വരുമ്പോൾ മധുരം കുറവാണെങ്കിൽ വീണ്ടും പഞ്ചസാര ചേർത്തിട്ട് മാത്രം അടുപ്പ് കെടുത്തുക. അതിലേക്ക് നമ്മൾ ഒന്നാം പാൽ കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇടിച്ചു പിഴിഞ്ഞ പായസം റെഡിയാണ്. അങ്ങനെ നമ്മുടെ പായസത്തിൻ്റെ ജോലികളൊക്കെ തീർന്നിട്ട് സദ്യ വിളമ്പാൻ മാത്രം റെഡി ആയിട്ടുണ്ട്. ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് പാലക്കാടുള്ള ക്ലബ്സീസ് കൺവെൻഷൻ സെൻ്ററാണ്. നമ്മൾ സ്ഥിരമായിട്ട് സദ്യ വയ്ക്കാൻ വരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഇന്ന് വിളമ്പുന്ന സദ്യക്ക് പ്രത്യേകതയുണ്ട്. ഇവിടെ 10 പായസങ്ങൾ വിളമ്പുന്നുണ്ട്. മാത്രമല്ല 40 കൂട്ടം വിഭവങ്ങളും ഇലയിൽ വിളമ്പുന്നുണ്ട്. ഇതിൽ ഏറ്റവും ശ്രമകരമായിട്ടുള്ള ജോലി എന്ന് പറയുന്നത് ഈ എല്ലാ വിഭവങ്ങളും കൃത്യമായിട്ട് ഇലയിൽ എത്തിക്കാൻ പറ്റുക എന്നുള്ളതാണ്. നമ്മൾ 50 വിളമ്പുകാരുണ്ട്. 50 വിളമ്പുകാർ ഒരേ സമയം വിളമ്പുന്നത് 500 പേർക്കാണ്. 10 റോയിൽ നമ്മൾ സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇലയിൽ ഓരോ ഐറ്റംസും വിളമ്പി വെച്ച ശേഷം മാത്രമാണ് നമ്മൾ കഴിക്കാനായിട്ട് അതിഥികളെ പന്തിയിലേക്ക് കയറ്റുക. ഇന്ന് അതിരാവിലെ അടുക്കളയിൽ പാകം ചെയ്തിട്ടുള്ള ഇടിച്ചുഴിഞ്ഞു പായസം ഉൾപ്പെടെ 5 പായസം നമ്മൾ പുറത്ത് കൗണ്ടറിൽ വിളമ്പുന്നുണ്ട്. അതുമാത്രമല്ല സദ്യക്ക് 5 പായസങ്ങൾ വേറെ വിളമ്പുന്നുണ്ട്. ഇതൊക്കെയാണ് കുറച്ച് സദ്യ കാഴ്ചകൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. വീണ്ടും കാണാം പുതിയ ചില രുചി കാഴ്ചകളായിട്ട്. അതുവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.